ഹലോ! എല്ലാർക്കും സുഖാണല്ലോ. അപ്പൊ ഞങ്ങളിതാ നാറാണത്ത് ഭ്രാന്തനെ കാണാൻ പോവാണ്. പാലക്കാട് ജില്ലയിലെ രായരനെല്ലൂർ മലയിലേക്ക്. അപ്പൊ ഇതാണ് അവിടേക്കുള്ള പ്രവേശന കവാടം. ഇനി സ്റ്റെപ്പ് കേറി കേറി മേലോട്ട് പോണം. എല്ലാ വർഷവും തുലാമാസം 1-ാം തീയതിയാണ് ഇവിടുത്തെ മലകയറ്റം. അന്നേ ദിവസം ഒരുപാട് ആളുകൾ മല കയറാൻ വേണ്ടി വരും. അന്നത്തെ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ തിരക്ക്. അല്ലാത്ത ദിവസങ്ങളിലൊന്നും തിരക്കുണ്ടാവില്ല. ഞങ്ങളൊരു വൈകുന്നേരത്താണ് അവിടെ എത്തിയത്. വിശേഷണവും കണ്ണനൊന്നും തീരെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പണ്ട് 8-ാം ക്ലാസ് പഠിക്കുമ്പോൾ അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ഓർമ്മകളുണ്ട്. അങ്ങനെ ഞങ്ങളും വിശേഷന്റെ സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ മല കയറാൻ വേണ്ടി തുടങ്ങി. ഞങ്ങളെക്കാളൊക്കെ നല്ല ഉഷാറോട് കൂടിയിട്ടാണ് ദേവൂട്ടൻ മല കയറിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കാല് നന്നായിട്ട് കുഴഞ്ഞു പോണ പോലെ ഉണ്ടായിരുന്നു. പോരാത്തതിന് നന്നായിട്ട് കിതപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്തിരി നേരം റെസ്റ്റ് എടുത്തിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് മേലേക്ക് കേറിയത്. അങ്ങനെ കുറച്ച് മേലോട്ട് കേറി മേലേക്ക് എത്തിയപ്പോ അതിമനോഹരായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഞങ്ങൾ കണ്ടത്. ഇതാ നോക്കിക്കേ. അപ്പൊ ഞങ്ങൾ ഇത്തിരി നേരം അതൊക്കെ അങ്ങനെ നോക്കി നിന്നു. പിന്നെ വീണ്ടും കുറച്ചും കൂടെ സ്റ്റെപ്പേ കേറാണ്ടായിരുന്നുള്ളൂ. അതും കേറി കഴിഞ്ഞ് കഴിഞ്ഞാ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ആൽമരങ്ങളും ആൽമരങ്ങളുടെ ഇടയിൽ ഒരു ക്ഷേത്രം കാണാം. ഭഗവതിയുടെ ക്ഷേത്രാണ്. അപ്പോ വല്യ വല്യ പാറക്കല്ലുകള് താഴേക്ക് ഉരുട്ടിയിട്ടിട്ട് അത് വീണ്ടും മേലോട്ടന്നെ ഉരുട്ടി കയറ്റി മേലെ നിന്ന് താഴേക്ക് നോക്കി ചിരിക്കുന്ന നാരായണത്ത് ഭ്രാന്തനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. അപ്പോ അങ്ങനെ ഉരുട്ടി കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവതി നാരായണത്ത് ഭ്രാന്തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ടും അതൊരു തുലാമാസം 1-ാം തീയതി ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോ ഭഗവതിയുടെ കാൽപാദങ്ങളൊക്കെ ഈ അമ്പലത്തിനകത്ത് കാണാം. അമ്പലത്തിന്റെ അകത്ത് തന്നെയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഞാൻ പണ്ട് വന്നപ്പോ കാൽപാദം കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാരായണത്ത് ഭ്രാന്തനെ കെട്ടിയിട്ടുണ്ടായിരുന്ന ചങ്ങല ഒരു ആൽമരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ വന്നപ്പോ അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ക്ഷേത്രം തുറന്നിട്ടുമില്ല. അപ്പൊ ഞങ്ങൾ ഏതായാലും അമ്പലമൊക്കെ ഒന്ന് പ്രദക്ഷിണം വെച്ചതിന് ശേഷം അവിടേക്ക് ഒന്ന് കണ്ട് പിന്നെ ഇവിടുന്ന് നാരായണത്ത് ഭ്രാന്തന്റെ അടുത്തേക്ക് കുറച്ചും കൂടെ അങ്ങട് മുന്നോട്ട് നടന്നു പോവാനുണ്ട്. സുരേന്ദ്രകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ശില്പിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 1995-ല്. 12 അടി നീളമുണ്ട്. പിന്നെ ചുറ്റുഭാഗവും ഇതാ വേലിക്കമ്പി പോലെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഗേറ്റ് ഒക്കെ ഉണ്ട്. ഞാനും ദേവൂട്ടനും വേഗം ഗേറ്റ് ഒക്കെ തുറന്ന് ഉള്ളിൽ കയറി. ഞാൻ ചെരുപ്പ് ഊരിയിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ചവിട്ടിയപ്പോഴത്തേക്കും ചെറുതായി ചൂടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ രണ്ടുപേരും നാരായണത്ത് ഭ്രാന്തന്റെ കാൽച്ചുവട്ടിൽ അങ്ങനെ മുന്നോട്ട് നോക്കി അങ്ങനെ കുറേ നേരം ഇരുന്നു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷെ അവിടെ ഇരിക്കുമ്പോഴുണ്ടല്ലോ എങ്ങനെ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതൊന്ന് അനുഭവിച്ചെന്നെ അറിയണം. കാരണം നേരെ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിമനോഹരായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. താഴെ ഒരു റോഡ് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കൊപ്പം റോഡാണ്. അതുവഴിയാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാറ്. കൊപ്പത്ത് ചെന്ന് കഴിഞ്ഞാൽ ചെർപ്പളശ്ശേരി, പട്ടാമ്പി, പെരിന്തൽമണ്ണ ഭാഗങ്ങളിലേക്കൊക്കെ പോവാം. അപ്പൊ ഞാൻ എപ്പോഴും ഇതുവഴി പോകുമ്പോ ഇവിടെ എത്തുമ്പോ ഒന്ന് മേലേക്ക് നോക്കാറുണ്ട്. നാരായണത്ത് ഭ്രാന്തനെ ഒന്ന് നോക്കാറുണ്ട്. അപ്പൊ കുറച്ച് ഭാഗം മാത്രമേ കാണുള്ളൂ. എന്നാലും ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നാരായണത്ത് ഭ്രാന്തൻ പാറക്കല്ല് താഴേക്ക് ഉരുട്ടിയിടാൻ വേണ്ടി നിൽക്കുന്ന പോലെയാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇത് പാറക്കല്ല് അടുത്ത് വെച്ചിട്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെയല്ലേ? നമുക്ക് അനുഗ്രഹം തരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങക്കെന്ത് തോന്നുന്നു? തുലാം 1 അനുബന്ധിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മലകയറ്റം പ്രമാണിച്ച് അവിടെയൊക്കെ നീറ്റ് ആക്കിയിട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു. വേറെ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അങ്ങനെ പിന്നെ ഇരുട്ടായി കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് മല ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ മല കേറി താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനമൊക്കെ എനിക്ക് തോന്നി. കേറുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇറങ്ങുമ്പോ അത്ര തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിയ പോലെ തോന്നി. അപ്പൊ മലയിൽ പോയപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. താഴേക്ക് എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം ഇരുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് നല്ല ദാഹവും വിശപ്പൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോരുമ്പോ ഒരു കടയിൽ കയറി നല്ല തണുത്ത ജ്യൂസും ലൈറ്റ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് സ്വീറ്റ്സും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.